നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ മഴക്കാടുകളുടെ പ്രത്യേകതകളാണ്. ജീവനും ജലവും വായുവും തുടങ്ങി ഭൂമിക്ക് വേണ്ടതെല്ലാം വാരിക്കോരി നൽകുന്നത് സാക്ഷാൽ വനം അഥവാ കാടാണ്. അത് കൃത്യമായി പറഞ്ഞാൽ മഴക്കാടുകളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് മഴക്കാടുകൾ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ജൈവനിധി ഭൂമിയുടെ ശ്വാസകോശം എന്നൊക്കെയാണ് മഴക്കാടുകളെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. വർഷം തോറും 1700 മില്ലിമീറ്ററോളം മഴക്കാടുകളിൽ ലഭിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ 8 ഇരട്ടിയോളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ മഴക്കാടുകളും ലോകത്തിലുണ്ട്. അതിനുദാഹരണമാണ് ആമസോൺ മഴക്കാടുകൾ. കരയുടെ ആകെ വിസ്തൃതിയിൽ 6% മാത്രമേ മഴക്കാടുകൾ ഉള്ളൂ. ഭൂമിയിലെ പകുതിയിലേറെ സസ്യ ജന്തുജാലങ്ങൾ പാർക്കുന്നത് ഈ മഴക്കാടുകളിലാണ്. വർഷം തോറും ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന മഴക്കാടുകൾ നമ്മുടെ ജലസ്രോതസ്സുകൾക്ക് ജലമെത്തിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിക്കുന്നു. ഭൂമിക്ക് ആവശ്യമായ ഓക്സിജൻ്റെ നല്ലൊരു പങ്ക് പുറത്തുവിടുന്നതും മഴക്കാടുകളാണ്. ഇതിനൊക്കെ പുറമെ ലോകമെങ്ങും ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളിൽ വലിയൊരു ഭാഗം സംഭാവന ചെയ്യുന്നത് ലോകത്തിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ നിന്നാണ്. മഴയൊഴിയാത്ത കാടുകളാണ് മഴക്കാടുകൾ. മറ്റു കാടുകളെ അപേക്ഷിച്ച് ഇവിടെ ജൈവ വൈവിധ്യം കൂടുതലായിരിക്കും. 30 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന വൻ വൃക്ഷങ്ങൾ, വൃക്ഷങ്ങളെ ചുറ്റിപ്പിണഞ്ഞു വളരുന്ന വള്ളിപ്പടർപ്പുകൾ, വൃക്ഷങ്ങൾക്കടിയിൽ കട്ടിയുള്ള പുതപ്പ് പോലെ വളരുന്ന ചെറു സസ്യങ്ങൾ, പന്നൽ ചെടികൾ എന്നിവ മഴക്കാടുകളുടെ പ്രത്യേകതയാണ്. ഇടതൂർന്നു വളരുന്ന പലതരം സസ്യസമൂഹങ്ങൾ നിറഞ്ഞതിനാൽ കാടിനടിത്തട്ടിൽ സൂര്യവെളിച്ചം കടന്നുവരാൻ പ്രയാസമാണ്. മഴക്കാടുകൾക്ക് പൊതുവെ മുകൾത്തട്ട്, ഇടത്തട്ട്, അടിത്തട്ട് എന്നിങ്ങനെ 3 തട്ടുകളായി തിരിക്കാം. ഏറ്റവും മുകളിലുള്ള തട്ടിന് കനോപ്പി എന്നും പേരുണ്ട്. ഉയരമുള്ള മരങ്ങളുടെ മുകൾ പരപ്പായി ഇവിടെയാണ് സൂര്യപ്രകാശത്തിൻ്റെയും മഴയുടെയും വലിയൊരു ശതമാനം ലഭിക്കുന്നത്. ഇതിന് തൊട്ട് താഴെയുള്ള തട്ടാണ് ഇടത്തട്ട്. അധികം ഉയരമില്ലാത്തതും ചെറുതുമായ വൃക്ഷങ്ങളുടെ വളർച്ച ഇടത്തട്ടിൽ അവസാനിക്കും. ഏറ്റവും താഴെയുള്ളതാണ് അടിത്തട്ട്. പലതരം ഔഷധ ചെടികൾ, പനകൾ, വൃക്ഷത്തൈകൾ, കുറ്റിച്ചെടികൾ, പന്നലുകൾ തുടങ്ങിയവ നിറഞ്ഞതാണ്